ആക്ച്വലി ഞാൻ ഭയങ്കര ഷൈ ആണ്. എനിക്ക് ക്യാമറയെ നോക്കി എന്തും പറയാം, ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു ഫേസ് ദ ഓഡിയൻസ്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സാർ, നമുക്ക് അപ്പോൾ ആദ്യം താങ്കളുടെ കണ്ടന്റിൽ നിന്ന് തുടങ്ങി പിന്നീട് പൊളിറ്റിക്സ് ആ രീതിയിൽ മുന്നോട്ട് പോകാം. കണ്ടന്റ് എന്ന് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ മലയാളി ഇൻസ്റ്റാഗ്രാം സ്പേസസിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ സാറിനെ പറ്റി പറയും. കാരണം സ്നാക്സ് കഴിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടിന് ഞാൻ പറയും. സ്നാക്സ് കഴിച്ചിട്ട് ആ ന്യൂസ് പറയുന്ന രീതിയും ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് ജെൻസി ഞങ്ങൾക്ക് തൊട്ടുപോലുള്ള ജനറേഷൻസുമാണ്. അധികം ന്യൂസ് കൺസ്യൂമിങ് അല്ല എന്ന് പൊതുവെ ആളുകൾ അഭിപ്രായം പറയുന്നൊരു ജനറേഷൻ. നമ്മൾ മാർക്കറ്റിൽ പഠിക്കും, കൺസ്യൂമർ ബിഹേവിയർ പഠിക്കും, അവരുടെ പാറ്റേൺസ് പഠിക്കും, അവിടുത്തെ പൊളിറ്റിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസ് പഠിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയും, ടെസ്റ്റ് അനാലിസിസ്, ഇതെല്ലാം ചെയ്യും. ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇൻ എക്കണോമിക്സ്, ദെൻ ഒരു MBA ഉണ്ട്, പിന്നെ വേറൊരു മാസ്റ്റേഴ്സ് ഇൻ ഇന്നോവേഷൻ. അപ്പോൾ ഇന്നോവേഷൻ കൺസൾട്ടൻ്റ് ആണ് എൻ്റെ പ്രൊഫൈല്. അപ്പോൾ ഇന്നോവേഷൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കോണ്ടന്റ് എങ്ങനെ കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. എസ്പെഷ്യലി ഞാൻ സംസാരിക്കുന്ന വിഷയം പൊളിറ്റിക്സ് ആയതുകൊണ്ടും കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടും ഇറ്റ് ഈസ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചെയ്തു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് പലരും എൻ്റെ കോണ്ടന്റിലേക്ക് വന്നത്. അതിനു മുമ്പ് ഞാൻ എന്താ ചെയ്തെന്നുള്ളത് ചിലപ്പോൾ പഴയ ഈ കോണ്ടന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കേരള സ്റ്റോറി ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ NIT-യിലുള്ള സ്റ്റുഡൻസിന് ചിലപ്പോൾ മനസ്സിലാവും, പക്ഷേ ഒരു ജനറൽ പബ്ലിക്കിന് മനസ്സിലാവില്ല. ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസിലെ പിള്ളേർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ട് ഷാഡോ ബാൻ ചെയ്തിരുന്നു അവർ. പക്ഷേ പിള്ളേർ കുറച്ച് ആക്റ്റീവായിട്ട് പണിയെടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ആ കേസ് കോടതിയിൽ ഇന്നും നിലനിൽക്കുന്നത്. ഇറ്റ്സ് ആക്റ്റീവ് സ്റ്റിൽ, ഇപ്പോഴും ആക്റ്റീവാണ്. OTT ബോർഡിൽ ഇപ്പോഴും. ഇത് പലർക്കും അറിയാൻ പാടില്ല, മാധ്യമങ്ങളിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിമ്പിൾ, ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജീവിക്കുവാണ് ഫാമിലി ആയിട്ട്. നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങൾ വിദേശത്തായിരിക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. നിങ്ങൾ പോയിട്ട് ഒരു പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറയണേ അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പടി കിട്ടുന്ന അവസ്ഥയാണ്. അത് പുറത്ത് ജീവിക്കുന്നവർക്ക് മനസ്സിലാവും, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പലപ്പോഴും എനിക്ക് ദുബായ് ഓഫീസ് ഉണ്ട്, ദുബായിൽ അഡ്രസ് ഉണ്ട്. ഞാൻ ദുബായ് അഡ്രസ്സ് വെച്ചിട്ടാണ് ക്ലയന്റ് മീറ്റിങ്ങിനും കാര്യങ്ങളെല്ലാം പോകുന്നത്, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടൂല. ഈ കേരളത്തിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൊളോണിയൽ പവേഴ്സ് എല്ലാം ഇവിടെ വരാൻ കാരണം കേരളമാണ്, അല്ലെങ്കിൽ സ്പൈസ് ട്രേഡ് അല്ലെങ്കിൽ സ്പൈസ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹിസ്റ്ററിയിലും അവരുടെ ലെജൻഡറി ആയിട്ടുള്ള സെയിലേഴ്സ്, ഇപ്പൊ നമ്മൾ ഇവിടെ നല്ല ലെജൻഡിസ്റ്റ് പഠിക്കുന്ന പോലെ അവർ പഠിക്കുന്ന പല ലെജൻഡ്സുകളും ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് മലബാർ, കേരള. അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു സമൂഹം എന്ന നിലയിൽ അല്ല, ആക്ച്വലി ഇത് സിമ്പിൾ. ഇപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടി പിടിച്ച് കൊടി കയറ്റി വെക്കുന്ന ഒരു സംഭവമാണ് പൊളിറ്റിക്സ്. അല്ല, പൊളിറ്റിക്സ് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ്, അതാണ് പൊളിറ്റിക്സ്. നിങ്ങൾക്ക് ഇവിടെ NIT-യിൽ നാളെ ഒരു പോളിസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊരു ടീം ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടീം ഉണ്ടാവുമായിരിക്കാം. അവർ ആ പോളിസി ഫോർമുലേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പൊളിറ്റിക്സ്. അല്ലാതെ കൊടി പിടിക്കുന്നത് മാത്രമല്ല പൊളിറ്റിക്സ്. ഇപ്പൊ പലരുടെയും തെറ്റായ ചിന്താധാര, ഞാൻ പൊളിറ്റിക്കലാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രിവിലേജസ് കൊണ്ട് അല്ല. ഈ പ്രിവിലേജസും ഈ അണ്ടർ പ്രിവിലേജ് പരിപാടിയെല്ലാം അതെല്ലാം ഇതിന്റെ ഔട്ട്കം ആണ്. നിങ്ങളിപ്പോൾ ജോലിക്ക് പോയാൽ പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് സാലറി കിട്ടുന്നതും നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടുന്നതും ഇതെല്ലാം വലിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയതാണ്. അല്ലാതെ ഒരാൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ട് തന്നല്ല. ഇപ്പൊ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സംഭവം, ഓക്കെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര മോശമാണ്, ഓക്കെ ചിലപ്പോൾ കൊടി പിടിച്ച് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഉണ്ടാക്കണം, ഇതൊക്കെയാണ് പൊളിറ്റിക്സ്. അല്ലെങ്കിൽ ആ പോളിസീസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം എന്ന് ഒരു കുറച്ച് പൊളിറ്റീഷ്യൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം, അത് ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നടക്കുന്നു. പക്ഷെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇവിടെ പൊളിറ്റിക്സ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ കൊടി പിടിച്ചുള്ള പൊളിറ്റിക്സ് പറ്റില്ലായിരിക്കാം, പക്ഷെ
എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവും. ഐ റിയലി റെസ്പെക്ട് ദാറ്റ്. പിന്നെ